ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയും കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ 1 ഡേ ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുക്കുക. നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളുമാകട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർ പലപ്പോഴും പേടിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് തന്നെയാണ്. തിരക്കുള്ള ഒരു റോഡിൽ നിന്നും യു ടേൺ എടുക്കാനാണ് പോകുന്നത്. ആദ്യം നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് തിരക്കുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് സൈഡ് ചേർത്ത് നിർത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ വണ്ടി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മുന്നോട്ടേക്ക് എടുത്തിട്ട് സൈഡ് ചേർത്ത് നിർത്തിയതിന് ശേഷമാണ് യു ടേൺ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഗ്ലാസ് ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് വൈപ്പർ ഓൺ ചെയ്തത്. ഞാൻ ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് സൈഡ് ചേർത്ത് നിർത്താനാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ വേറെ വാഹനങ്ങളുണ്ട്, എനിക്ക് ഈസി ആയിട്ട് യു ടേൺ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് ഇവിടുന്ന് വണ്ടി മുന്നോട്ടേക്ക് എടുത്ത് സൈഡ് ചേർത്ത് നിർത്തുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് വെക്കുന്നു. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ബാക്കിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ നോക്കണം, അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കണം. ഫ്രണ്ടിലെ വാഹനത്തെ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ബാക്കിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് റിയർ വ്യൂ മിററിൽ നോക്കാം, റൈറ്റ് മിററിലൂടെ നോക്കാം. റൈറ്റ് മിററിലൂടെ നോക്കി വാഹനമില്ലാന്ന് ഉറപ്പ് വരുത്തണം. ഇത് മാത്രമല്ല, ഷോൾഡർ ചെക്ക് ചെയ്യണം. പ്രാക്ടിക്കലി നിങ്ങൾ നോക്കണം. റൈറ്റ് സൈഡിലേക്ക് കഴുത്ത് ചെരിച്ചുകൊണ്ട് നിങ്ങൾ ഷോൾഡർ ചെക്ക് ചെയ്യണം. എന്നിട്ട് വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം റോഡിലേക്ക് എടുക്കേണ്ടത്. ഇതാ ശ്രദ്ധിച്ച് ഞാൻ പതിയെ വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, പതിയെ മുന്നോട്ടേക്ക് എടുക്കാൻ പോവുകയാണ്. ഇപ്പോഴും വാഹനമുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എതിരെ വാഹനങ്ങളുണ്ട്, ബാക്കിൽ നിന്ന് വാഹനങ്ങളുണ്ട്. ഇല്ലാത്തൊരു ചെറിയ ഗ്യാപ്പ് നോക്കി ഞാൻ ഇതെടുത്തു. കണ്ടില്ലേ, നോക്കിയേ, രണ്ട് സൈഡ് നോക്കുന്നു. ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു, ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി കൊടുത്തു. തിരിഞ്ഞു കഴിഞ്ഞു, കണ്ടില്ലേ. ആ സമയത്ത് എന്ത് ചെയ്യണം, സ്റ്റിയറിങ് സ്റ്റഡിയാക്കി കൊടുത്തു. വളരെ കൂളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിതാ ഇവിടുന്ന് യു ടേൺ എടുത്ത് ട്രാഫിക്കിലേക്ക് കൂടി മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി തിരക്കുണ്ട്. തിരക്കിലൂടെയൊക്കെ എടുത്ത് പോകാൻ നമുക്ക് കഴിയണം. ലെഫ്റ്റ് സൈഡിലൂടെ ആളുകൾ ഇതേപോലെയൊക്കെ ഓവർടേക്ക് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോവുകയാണ് ഇതിന് ഏറ്റവും നല്ല മാർഗ്ഗം. ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആളെയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ലെഫ്റ്റ് ചേർത്ത് ഇതേപോലെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കൂളായിട്ട് നമ്മളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കുട്ടികൾ ക്രോസ് ചെയ്യുന്നുണ്ട്, സ്ലോ ആക്കി കൊടുത്തു. കണ്ടില്ലേ, ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് റോഡിലൂടെ ഡ്രൈവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.